കായിക കേരളത്തിൻ്റെ അഭിമാനം. ഇന്ത്യയുടെ കായിക രംഗത്തിൻ്റെ തന്നെ പര്യായമായി മാറിയ പി.ടി. ഉഷ. പയ്യോളി എക്സ്പ്രസ് എന്ന് വിളിപ്പേരുള്ള പി.ടി. ഉഷയുടെ 60-ാം ജന്മദിനമാണ് ഇന്ന്. കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ 1964 ജൂൺ 27 ജനിച്ചു. അച്ഛൻ പൈതൽ, അമ്മ ലക്ഷ്മി. ഇവരുടെ 6 മക്കളിൽ രണ്ടാമതായി ഉഷ ജനിച്ചു. UP സ്കൂൾ കായിക അധ്യാപകനായിരുന്ന ഇ. ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ഉഷയിലെ കായിക താരത്തെ കണ്ടെത്തിയത്. അതിനുശേഷമാണ് OM നമ്പ്യാർ ഉഷയുടെ പരിശീലകനാകുന്നത്. പയ്യോളി കടപ്പുറത്ത് നിന്നും ഓടിത്തുടങ്ങിയ ആ പെൺകുട്ടി സ്കൂൾ ദേശീയ മേളകളിൽ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു. 1979 നാഗ്പൂരിൽ നടന്ന ദേശീയ സ്കൂൾ കായികമേളയിലും അതേ വർഷം ഹൈദരാബാദിൽ നടന്ന ദേശീയ അത്ലറ്റിക് മീറ്റിലും ഉഷയുടെ വരവറിയിച്ച കായികമേളകൾ ആയിരുന്നു. 100 മീറ്ററിലും 200 മീറ്ററിലും സ്വന്തം റെക്കോർഡുകൾ പലവട്ടം തിരുത്തി. 1980 കറാച്ചിയിൽ നടന്ന പാകിസ്ഥാൻ നാഷണൽ ഓപ്പൺ മീറ്റിൽ അന്താരാഷ്ട്ര അരങ്ങേറ്റം. അന്ന് 4 സ്വർണ്ണ മെഡലുകൾ നേടുമ്പോൾ ഉഷയ്ക്ക് പ്രായം 16. 16-ാം വയസ്സിൽ തന്നെ മോസ്കോ ഒളിമ്പിക്സിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചു. അന്ന് മുതിർന്ന താരങ്ങൾക്കിടയിൽ തിളങ്ങാനായില്ല. പക്ഷേ പിന്നെ അങ്ങോട്ട് ഉഷയുടെ കാലമായിരുന്നു. ഏഷ്യൻ ഗെയിംസിലും സാഫ് ഗെയിംസിലും തുടർച്ചയായി മെഡലുകൾ. 1986 സിയോൾ ഏഷ്യൻ ഗെയിംസിൽ ഉഷ നേടിയത് 4 സ്വർണ്ണ മെഡലുകൾ. 1985 86 ലോകത്തെ ആദ്യത്തെ മികച്ച 10 കായിക താരങ്ങളുടെ പട്ടികയിൽ ഉഷയുണ്ടായിരുന്നു. ഉഷയ്ക്ക് മുമ്പും പിന്നീടും ഇന്ത്യയിൽ നിന്ന് ഒരാളും ഈ ലിസ്റ്റിൽ ഇടം നേടിയിട്ടില്ല. ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹഡിൽസിൽ ഫൈനലിൽ വരെ എത്തിയ ഉഷ നിമിഷത്തിൻ്റെ 100-ൽ ഒരംശം വഴുതിപ്പോയ ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ. 1984 പി.ടി. ഉഷ എന്ന പരാജിത എല്ലാ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിലേക്കാണ് ഓടിക്കയറിയത്. അതേ വർഷം തന്നെ അർജുന അവാർഡും പത്മശ്രീയും നൽകി രാജ്യം പി.ടി. ഉഷയെ ആദരിച്ചു. യൂറോപ്യൻ ഗ്രാൻഡ് പ്രീ മീറ്റുകളിൽ ഉഷ തുടർച്ചയായി മെഡലുകൾ നേടി. വിരമിച്ചതിന് ശേഷവും രാജ്യത്തിനായി പുതിയ കായിക താരങ്ങളെ വാർത്തെടുക്കുവാൻ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൽ ഉഷ കായിക സപര്യ തുടരുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു കായിക വിദ്യാലയമാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്. കേരള സർക്കാർ ഉഷയുടെ ഈ സംരംഭത്തിന് 30 ഏക്കർ സ്ഥലവും 15 ലക്ഷം ഇന്ത്യൻ രൂപയും വാഗ്ദാനം ചെയ്തിരുന്നു. 50 കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാവുന്ന സൗകര്യങ്ങൾ നിലവിൽ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൽ ഉണ്ട്. ടിൻഡു ലൂക്കോയെ പോലുള്ള അന്താരാഷ്ട്ര താരങ്ങൾ പിറവിയെടുത്തത് ഈ കായിക വിദ്യാലയത്തിൽ നിന്നുമാണ്. 2000 വരെ നീണ്ടു നിൽക്കുന്ന കരിയറിൽ 103 അന്താരാഷ്ട്ര മെഡലുകളും 1000-ലേറെ ദേശീയ മെഡലുകളും നേടി. 2000 തൻ്റെ കായിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം സ്പോർട്സ് അഡ്മിനിസ്ട്രേഷനിൽ പ്രവേശിക്കാൻ ഉഷ തയ്യാറായിരുന്നില്ല. എന്നിരുന്നാലും 2022 ഡിസംബറിൽ അവർ എതിരില്ലാതെ മത്സരിച്ച ഒരു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. IOAയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയും അവരാണ്. 2022 ജൂലൈയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ രാജ്യസഭയിലെ പാർലമെൻറ്റ് അംഗമായി ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉഷയെ നാമനിർദ്ദേശം ചെയ്തു. 2022 ഡിസംബറിൽ അവർ രാജ്യസഭയുടെ വൈസ് ചെയർപേഴ്സൺമാരിൽ ഒരാളായി നിയമിക്കപ്പെട്ടു. കൂടാതെ വൈസ് ചെയർപേഴ്സൺ പാനലിൽ അംഗമാകുന്ന ആദ്യത്തെ നോമിനേറ്റഡ് MP ആയിരുന്നു. പി.ടി. ഉഷയുടെ ഭർത്താവ് വി. ശ്രീനിവാസൻ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലെ ഇംഗ്ലീഷ് ഇൻസ്പെക്ടറാണ്. ഒരു മകൻ ഡോക്ടർ വിഘ്നേഷ് ഉജ്വൽ. ഇന്ത്യൻ അത്ലറ്റിക്സിനെ ഒരൊറ്റ പേരിലേക്ക് ആറ്റിക്കുറക്കേണ്ടി വന്നാൽ അതിനിപ്പോഴും ഒരു മുഖചിത്രമേ ഉള്ളൂ. അത് പി.ടി. ഉഷയുടെയാണ്. രാജ്യത്തിൻ്റെ പയ്യോളി എക്സ്പ്രസ്സിന് നമ്മുടെ സ്വന്തം പി.ടി. ഉഷയ്ക്ക് ജന്മദിനാശംസകൾ.